അപ്പോൾ വളരെ നമുക്ക് ഈസി ആയിട്ട് മത്തി പൊള്ളിക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 8 മത്തിയുടെ അളവാണ് പറയണത്. അപ്പോൾ അതിലേക്കൊരു കടായി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 3.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ കൂടുതൽ വേണമെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു 8 മത്തിക്ക് വേണ്ടിയിട്ട് ഒരു 3 ആവറേജ് വലുപ്പത്തിലുള്ള സവോള ചെറുതാക്കി നീളത്തിലരിഞ്ഞാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് നമുക്കിത് വഴറ്റി കൊടുക്കണം. അപ്പം വഴറ്റി കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയും കാണുമ്പോൾ അറിയാം, ഇതൊരു കോമൺ പ്രൊസീജിയറായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളത് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് ഇത് ഒരുപാട് ഫ്രൈ ആവേണ്ട കാര്യമില്ല, ജസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മാത്രം മതിയാവും. അതിനകത്തേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് വീഡിയോയിൽ, ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരയ്ക്കും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് ഒരു യെല്ലോയിഷ് കളറുള്ളത്. അപ്പോൾ അതോടെ കൊടുത്ത് അതിൻ്റെ പച്ച ടേസ്റ്റ് മാറി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ പിരിയമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗരം മസാല, അതായത് നമ്മുടെ ഗരം മസാല എല്ലാം പട്ട ഗ്രാമ്പൂ ഇതൊക്കെ കൂടെ പൊടിച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിലുള്ള ചതച്ച കുരുമുളകോ അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഇളക്കിയെടുക്കുക. ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടില്ല, വട്ടത്തിൽ ചെറുതായി കട്ട് ചെയ്തതാണ്. ഞാനൊരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 പച്ചമുളക് വരെ 8 മത്തിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു മീഡിയം സൈസ് 2 തക്കാളി നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് പുളിക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്ന കോലംപുളി, അതായത് സാമ്പാർ പുളി പിഴിഞ്ഞൊഴിച്ചാണ്. ഞാൻ ആ പുളി പിഴിഞ്ഞൊഴിച്ച ഭാഗം 1-2 ഭാഗം അവിടെ റെക്കോർഡായില്ലായിരുന്നു, മെമ്മറി ഔട്ടായതുകൊണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ അതിനകത്തേക്ക് തക്കാളി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഒരുപാട് തിക്ക് മസാലയായിട്ടല്ല ഉണ്ടാക്കുന്നത്, കുറച്ചൊരു ഗ്രേവി പരുവത്തിൽ ഉണ്ടാക്കിയാലും നമുക്ക് റെഡിയായി വരുമ്പോൾ കറക്റ്റ് തിക്നെസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ പുളി ഉപ്പും നോക്കിയിട്ട് ഉപ്പോ പുളിയോ ഒക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ പുളി ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇതിലേക്ക് ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റാണെന്നെല്ലാം നോക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചൊരു 5-8 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചിട്ട് വേണം നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ട് ഒരു 8 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പകുതി മസാല നമ്മൾ കോരിയെടുത്ത് വെക്കണം. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു, 2 ഭാഗത്ത് നമ്മുടെ വീഡിയോ ഒന്ന് റെക്കോർഡായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ മസാല റെഡി ആയതിനു ശേഷം ആ കോരിയെടുക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല. അതുപോലെ നമ്മൾ ആ പുളി ആദ്യം ഒഴിച്ച ഒരു ഭാഗവും നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് ചെയ്തെടുക്കണം. ഇത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതാണ്. നന്നായിട്ടൊരു വാഴയിൽ പൊള്ളിച്ചതിൻ്റെ ടേസ്റ്റ് തന്നെ ഏകദേശം കിട്ടും. ഇതൊരു വാഴയില വെച്ചത് മൂടി വെക്കുകയാണെങ്കിൽ ആ വാഴയിലയുടെ ഫ്ലേവറും കൂടെ കിട്ടും കേട്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ആ മസാല കോരി എടുത്തതിന് ശേഷം നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മത്തി ഇട്ട് കൊടുക്കുക. അപ്പോൾ 7 മത്തിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 8 മത്തി ഉണ്ടായിരുന്നു, ഒരു മത്തി പൊട്ടിപ്പോയി, അതുകൊണ്ട് 7 ഇട്ടിട്ടുള്ളൂ. അതിന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് മേളിലേക്ക് എടുത്ത് വെച്ച മസാല മേളിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊത്തി കൊടുക്കുക. അപ്പോൾ ഇത് പൊത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ആ 10 മിനിറ്റ് കുക്ക് ചെയ്യുമ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് തുറന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. തവി വെച്ച് ഇളക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നമ്മളിത് ആ കൈ കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ചുറ്റിച്ച് കൊടുത്തിട്ട് വീണ്ടും അവിടെ വെക്കുക. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല. അപ്പോൾ നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മളത് സൂക്ഷിച്ച് ജസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി നിങ്ങളുടെ പാത്രം അനുസരിച്ചിട്ട്. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ ആദ്യം തന്നെ കറക്റ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും കറക്റ്റ്. അല്ലാതെ പുളി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പുളിയുടെ പച്ചച്ചോ വരും. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം ഉപയോഗിക്കാം. അല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മത്തി പൊള്ളിച്ച് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.